ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുർബി കിച്ചൺ. ഇന്ന് നമുക്ക് നല്ലൊരു മധുരമുള്ള ഒരു റെസിപ്പി തയ്യാറാക്കാം. ഇന്ന് ഞാൻ പീനട്ട് ബർഫിയാണ് തയ്യാറാക്കുന്നത്. അതായത് വളരെ എളുപ്പത്തിൽ നമ്മൾക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണ് ഇത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇവിടെ നമുക്ക് ഈ പീനട്ട് ബർഫി തയ്യാറാക്കാൻ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. ഇവിടെ റോ പീനട്ട്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതായത് നിലക്കടല, വറുക്കാത്ത നിലക്കടലാണിത്. വറുത്ത നിലക്കടല കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. ഇതൊരു 200 ഗ്രാം നിലക്കടലാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ പകുതി 100 ഗ്രാം പഞ്ചസാര വേണം, പിന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് വേണം, പിന്നെ ഏലക്കായ പൊടി വേണം. അപ്പോൾ നമുക്ക് ഈ ഒരു കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള പീനട്ട് ബർഫി തയ്യാറാക്കാം. കണ്ടുനോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ പീനട്ട്സ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പീനട്ട്സ് ചേർത്ത് കൊടുക്കാം. നമുക്കിവിടെ ഈ നിലക്കടല നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ട് ചെയ്യുന്നത്. ഇനി ഹൈ ഫ്ലെയിമിലിട്ട് നിലക്കടലൊന്നും കരിഞ്ഞു പോകേണ്ട. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മൾക്കിതൊന്ന് മെല്ലെ വറുത്തെടുക്കാം. അതൊന്ന് നിർത്താതെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതൊന്ന് വറുത്തെടുത്തിട്ട് വരാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ നിലക്കടല ഇവിടെ ആയിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തത് ഒന്ന് വാങ്ങി വെക്കാം. ഇനി നമുക്ക് ഈ നിലക്കടല നല്ലപോലെ തണിയുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. തണിഞ്ഞതിന് ശേഷം നമ്മൾക്കൊരു മിക്സിയുടെ ജാറിലിട്ട് ഇത് പൊടിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തണിഞ്ഞതിന് ശേഷം വരാം. ഇപ്പോൾ നമ്മുടെ പീനട്ട്സ് തണിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇത് ചേർക്കാം. ഇനി ഞാൻ ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ഇവിടെ നിലക്കടല പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. അപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് വീണ്ടും ഒരു പാൻ ചൂടാകാൻ വെക്കാം. ഈ പാനിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഈ പഞ്ചസാര ഒന്ന് മെൽറ്റാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ പഞ്ചസാര നല്ലപോലെ ഒന്ന് മെൽറ്റായി കഴിഞ്ഞു. ഇനിയിപ്പോൾ കുറച്ച് സമയം കൂടി ഇതൊന്ന് തളിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ചെടുത്തിരിക്കുന്ന ആ പീനട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ പഞ്ചസാര നല്ലപോലെ തിളച്ച് നല്ല പതഞ്ഞ് വരുന്നത് കാണുന്നില്ല. ആ സമയം നമ്മൾക്കിതിലേക്ക് ഇനി ഏലക്കായ പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടേബിൾ സ്പൂൺ പശു നെയ്യും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ തീ നല്ലപോലെ കുറച്ചതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന പീനട്ട് ചേർത്ത് കൊടുക്കാം. ഇവിടെ പീനട്ട് ഗ്രൈൻഡ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ആദ്യം ഒരു 2-3 സെക്കൻഡ് ഉടനെ നല്ല പൊടിയാന്ന് കിട്ടുക. അത് പിന്നെയും നമ്മൾ ഗ്രൈൻഡ് ചെയ്യുന്ന സമയത്താണ് ഇത് കട്ട കെട്ടുന്നത്. കാരണം പീനട്ട് നല്ല ഓയിലാണ്. അപ്പോൾ ഈ പീനട്ട് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നല്ലപോലെ മിക്സ് ആയതിന് ശേഷം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ടൈറ്റാകാൻ തുടങ്ങും. ആ സമയത്ത് നമ്മൾക്കിത് ഓഫാക്കി വാങ്ങി വെക്കാവുന്നതാണ്. ഇനി ഇത് ചെറുതായിട്ട് ടൈറ്റായ സമയത്ത് നിങ്ങൾ ഓഫാക്കിയില്ല, വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഈ പീനട്ട് പൗഡറായി മാറും. അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പാലൊഴിച്ചാൽ വീണ്ടും ഇത് പെട്ടെന്ന് തന്നെ ഇത് ലൂസായിട്ട് വരുന്നത് കാണാം. അപ്പോൾ വീണ്ടും ഒന്ന് ഇതുപോലെ നമ്മൾക്കൊന്ന് വഴറ്റി അതിനൊന്ന് ചെറുതായിട്ടൊന്ന് ടൈറ്റാക്കി എടുത്താൽ മതി. ഈ ഒരു പാകമാകുമ്പോൾ നമ്മൾക്കിത് ഓഫ് ചെയ്യാം. ഇത് ഞാനിവിടെ ഓഫ് ചെയ്ത് വാങ്ങി വെക്കാൻ പോവുകയാണ്. പെട്ടെന്ന് തന്നെ ഒരു പ്ലേറ്റിലേക്ക് എണ്ണ തടയി കൊടുക്കാം. പശു നെയ്യാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അങ്ങനെ നല്ലപോലെ ഈ പ്ലേറ്റിൽ നെയ്യ് തടയത്തിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പീനട്ടിൻ്റെ മിക്സ്ചർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഇനി ഇവിടെ നമുക്ക് ഇതിന് മുകളിൽ വേണമെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം, ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർക്കുന്നുണ്ട്. പിസ്തയും ബദാമുമാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഇത് ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ ഇതിന് മുകളിലായിട്ട് ചേർക്കാൻ പോവുകയാണ്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഈ പിസ്തയും ബദാമും ഒക്കെ ഇളകി വീഴും. അതുകൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പീനട്ട് ബർഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. നിങ്ങൾ കണ്ടില്ലേ, ഇനി വലിയ പണിയൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിനി നല്ലപോലെ തണിഞ്ഞതിന് ശേഷം നമ്മൾക്കിത് നമ്മളുടെ ഇഷ്ടാനുസരണം ഏത് ഷേപ്പിലാണോ വേണ്ടതെന്ന് വെച്ചാൽ കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത് നല്ലപോലെ തണിഞ്ഞതിന് ശേഷം ഞാൻ ഇത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അങ്ങനെ ഇവിടെ ഈ പീനട്ട് ബർഫി നല്ലപോലെ തണിയിട്ടുണ്ട്. ഞാൻ ഒരു കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഈ ഒരു റെസിപ്പി തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്. ഇതിന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മൾക്ക് ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ നമ്മൾക്ക് വീട്ടിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ കമൻറ്റ്സ് വഴി അറിയിക്കുകയും ചെയ്യുക. ഇതുപോലുള്ള പുതിയ പുതിയ ഈസി റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്